കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിലെ വടശ്ശേരി എന്നുള്ള സ്ഥലത്താണുള്ളത്. ഈ വടശ്ശേരിയിലുള്ള പരിഗമന മന്ത്രശാല എന്നുള്ള ഇല്ലത്തിലാണുള്ളത്. ഈ മന്ത്രശാല ഇല്ലത്തിൽ ഇവിടെ കളിയാട്ടത്തിന്റെ തുടക്കമാണ്. അതിന്റെ കളിയാട്ടത്തിന്റെ തയ്യാറെടുപ്പിലാണ് ഈ ഇല്ലമുള്ളത്. നമുക്ക് ഇതിന്റെ ഈ കളിയാട്ടവും അതേപോലെ ഈ ഇല്ലത്തിന്റെ സവിശേഷതയും ഇതിന്റെ തന്ത്രിയിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. നമുക്ക് ബാക്കി കാര്യങ്ങൾ ദൃശ്യങ്ങളിലൂടെ കാണാം. ഞാൻ പെരിങ്ങോം ഹാരിസാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിലെ വടശ്ശേരി എന്നുള്ള സ്ഥലത്താണുള്ളത്. അപ്പം വടശ്ശേരിയിലേക്കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു മന്ത്രശാല എന്ന് പറയുന്ന ഒരു ബോർഡ് കാണുകയുണ്ടായി. അപ്പോൾ ഈ മന്ത്രശാല പരിഗമന മന്ത്രശാലയിലേക്കാണ് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ നമ്മളിപ്പം ഉത്തര മലബാറിലെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ഈ ഒരു മാന്ത്രിക വിദ്യക്ക് വേണ്ടി ഒരു തറവാട്. ആ മാന്ത്രിക വിദ്യക്ക് അപ്പുറം ഇവിടെ ഒരു കളിയാട്ടത്തിന്റെ ഒരുക്കമാണ് ഈ ഇല്ലത്തിലെത്തിയപ്പോൾ. അപ്പോൾ ഈ ഇല്ലത്തിന്റെ തന്ത്രി ബ്രഹ്മശ്രീ പരിഗമന ശ്രീധരൻ നമ്പൂതിരിയെ ഞാൻ കാണുകയുണ്ടായി. നമുക്ക് ഈ കളിയാട്ടത്തിന്റെയും അതുപോലെ തന്നെ ഈ സവിശേഷമായ ഈ തറവാടിന്റെയും മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ അറിയാം. നമസ്കാരം. നമസ്കാരം തിരുമേനി. ഈ നമ്മളിപ്പം ഈ പരിഗമന ഇല്ലം, ഇതിന്റെ ഒരു സവിശേഷത എന്താണ് ഈ ഇല്ലത്തിന്റെ? ഈ പരിഗമന ഇല്ലം എന്നുള്ളത് ഏതാണ്ട് 250-ലധികം വർഷം മുന്നേ പറയപ്പെടുന്ന പുരാണങ്ങളിൽ പരാമർശിക്കുന്ന പണ്ടുകാലത്ത് കേരളത്തിലെ വടക്കൻ ബ്രാഹ്മണന്മാർ കുടിയേറിയിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമമാണ് നമ്മുടെ പയ്യന്നൂർ ഗ്രാമം, വടശ്ശേരി, അതുപോലെ തന്നെ തളിപ്പറമ്പിനടുത്തുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഗ്രാമങ്ങൾ. ഈ 4 ഗ്രാമത്തോളം ഈ 4 ഗ്രാമത്തിലുള്ളവർ പണ്ടുകാലത്ത് ഇവിടെ ഗോകർണത്തിലുള്ള ബ്രാഹ്മണന്മാർ കുടിയേറുകയും ഇവിടെ ഇല്ലം സ്ഥാപിച്ച് ധർമ്മദൈവത്തെ, അതിൽ മുഖ്യമായി തന്നെ ഇവിടെ ദേശദേവതയായ പണയക്കാട്ട് ഭഗവതിയെ കുടിയിരുത്തി ആരാധനാമൂർത്തിയായ നെലേറെ ഭഗവതിയെയും ആരാധിച്ച് അങ്ങനെ 2 തരത്തിലുള്ള ശാക്തേയ ആരാധനയാണ് വളരെ വിശേഷമായി ഈ ഒരു തറവാടിൽ കാണുക. 70ഓളം കൊല്ലങ്ങളായിട്ട് ഇവിടെ നിത്യപൂജകളും അതോടൊപ്പം തന്നെ കാലത്താൽ കൽപ്പന കളിയാട്ടവും ഇവിടെ നടത്തി വരികയാണ്. അതിവിശേഷപ്പെട്ടതായ ദേശദേവതയുടെ പണയക്കാട്ട് ഭഗവതിയുടെ വലിയ ഗുരുതിയാണ് കളിയാട്ട സമയത്ത് വളരെ വിശേഷപ്പെട്ടത്. അതോടൊപ്പം മന്ത്രമൂർത്തിയായ ആദിപരാശക്തിയായ നെലേറ ഭഗവതിയാണ് മാന്ത്രിക പദ്ധതികളിലും മറ്റും എത്രയോ പേര് ഇവിടെ ആശ്രയിച്ചു വരുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ നേരെയായിട്ട് വരുന്നതൊക്കെ ആ മഹാമായയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പൂർവികരായിട്ട് കാട്ടിത്തന്നതായ ഈ പാതയിൽ ഇന്നും എത്രയോ സജ്ജനങ്ങളുടെ അനുഗ്രഹവും ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ഈ ഒരു മന്ത്രശാലയ്ക്ക് വലിയൊരു തുണയാണ്. ഈ ഒരു കലിയുഗത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലേ, കലികൽമഷ മാലിന്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നിത്യ ദുഃഖത്തിന് ഇത്തരത്തിലുള്ള ആരാധനകൾ, അതിവിശേഷപ്പെട്ട് കളിയാട്ടം എന്നുള്ളത് ഒരു വർഷത്തിൽ നടത്തുക എന്നുള്ളത് വലിയൊരു പ്രയത്നമാണ്. എല്ലാവരുടെയും സഹകരണം, വിശേഷിച്ച് നാട്ടുകാരുടെയും ഇവിടെ എത്തിച്ചേരുന്ന ഓരോരുത്തരുടെയും അമ്മയുടെ പാദങ്ങളിലുള്ള പ്രാർത്ഥനയാണ് നമുക്കിത് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഈ വർഷത്തെ കളിയാട്ടം എന്നുള്ളത് ഏപ്രിൽ 18-19 തീയതികളിലാണ് അല്ലേ? അതെ, ഈ ഏപ്രിൽ 18. അത് വർഷത്തിലും മേടം 4 എന്നുള്ള ദിവസമാണ് വരിക. പൂർവികരായി കൽപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഏപ്രിൽ 18-19 ശനി ഞായർ ദിവസങ്ങളിൽ അപ്പൊ ഈ 2 ദിവസങ്ങളിൽ ഈ ഇല്ലത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ മാന്ത്രിക ഇല്ലത്തിലായ ഈ പരിഗമന ഇല്ലത്തിൽ നടക്കുന്ന ചടങ്ങുകൾ, നമ്മുടെ ആചാര ചടങ്ങുകൾ, അതിനെ കുറിച്ചിട്ട് ഒരു വിവരണം തരാം. തീർച്ചയായും. ഈ അന്നത്തെ ദിവസം നമ്മുടെ സാധാരണ നാട്ടിലുള്ള ചടങ്ങിലോട് കൂടിയിട്ടാണ് ആരംഭിക്കുക ശനിയാഴ്ച. പിന്നീട് മറ്റുള്ള തെയ്യത്തിന്റെ ആചാരങ്ങളിൽപ്പെട്ട തോറ്റം പാട്ട്, തോറ്റങ്ങൾ കെട്ടിയാടി അതോടുകൂടി അകത്തുള്ള പൂജാ പദ്ധതികളും അതേ സമയത്ത് വരും എന്നുള്ളതാണ് വിശേഷം. മറ്റ് അറകളിലും മറ്റും നമ്മൾ കാണുന്നത് തെയ്യം മാത്രം കെട്ടിയാടുന്നതാണെങ്കിൽ ഇതുപോലുള്ള ഇല്ലങ്ങളിൽ അതിവിശേഷപ്പെട്ട ശാക്തേയ പൂജയും ആ സന്ദർഭത്തിൽ വാർഷിക പൂജ ഇതിനകത്ത് നടക്കേണ്ടാവും. അതോടുകൂടി രാത്രിയോട് കൂടിയിട്ട് 12 മണി 1 മണിയോട് കൂടിയിട്ടാണ് പണയക്കാട്ട് ഭഗവതിയുടെ പാതിരാ കളിയാട്ടം എന്നുള്ള ഒരു അതിവിശേഷം ഈ ഒരു ദേശത്ത്, കാങ്കോൽ ദേശത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. നിങ്ങൾക്കൊക്കെ തെയ്യപ്രേമികളായിട്ടുള്ളവർക്കൊക്കെ അറിയാം. അത്തരത്തിലുള്ള ആ മഹാപരദേവതയുടെ ഒരു ഗുരുതിയാണ് അതിവിശേഷം. അനവധി ആൾക്കാർ ആ സന്ദർഭത്തിൽ വരുന്നതാണ്. അങ്ങനെ വെളുപ്പുവരെയായിട്ടുള്ള രാവിലെ ആകുമ്പോഴേക്കും തെയ്യം 7ഓളം തെയ്യങ്ങൾ കെട്ടിയാടി വിഷ്ണുമൂർത്തി, ധൂമാഭഗവതി, ഈ ദേശത്തിൻ്റെ കോലത്ത് നാടിൻ്റെ പരദേവതയായ കോളന്താട്ട് ഭഗവതി തുടങ്ങിയതായ മന്ത്രമൂർത്തികളും അതോടൊപ്പം ഇവിടെ കെട്ടിയാടുന്നു. നമ്മളിപ്പോ ഈ പരിഗമന ഇല്ലം, ഈ മാന്ത്രിക താന്ത്രിക ഇല്ലം, ഈ ഇല്ലത്തിന്
നമുക്ക് ഉള്ള മറ്റ് ചടങ്ങുകൾ അപ്പം ഞാൻ പ്രശ്നം അതെ 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 മറ്റ് കാര്യങ്ങളൊന്നും പറയും. ഇന്നിപ്പോ ഇവിടെ വെച്ച് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ പാരമ്പര്യമായിട്ടുള്ള പദ്ധതിയാണ്, അല്ലാതെ അതൊരു ഇതായിട്ട് ചെയ്യല്ലല്ലോ. അപ്പോൾ പാരമ്പര്യമായിട്ട് അനുവർത്തിച്ചു വരുന്നത് ജ്യോതിഷം ആണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ജ്യോതിശാസ്ത്രപരമായിട്ട് മുത്തശ്ശനായിട്ട് തന്നെ കൈവന്നതായ ആ ഒരു പാരമ്പര്യത്തെ കെടാതെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാന്ത്രിക വിഷയങ്ങളും ഇവിടെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതെ, ശാക്തേയ ഹോമങ്ങൾ അങ്ങനെ ചെയ്യാത്തതായ എല്ലായിടത്തും ചെയ്യാത്തതായ ശാക്തേയ ഹോമങ്ങൾ, ഉദാഹരണം ശൂലിനി ഹോമം, കാളികാ ഹോമം കൂടിയതായ ശാക്തേയ ഹോമങ്ങൾ സ്വതവേ കുറവാണല്ലോ. അത്തരത്തിലുള്ള ഹോമങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നതാണ്. അതേപോലെ നമ്മളിപ്പോൾ നവമാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും അതുപോലെ തന്നെ ഫേസ്ബുക്കായാലും യൂട്യൂബിലായാലും പെരുകുമാന ശ്രീധരൻ നമ്പൂതിരിയുടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആധ്യാത്മിക തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ. അപ്പം അതിനെ കുറിച്ചിട്ട് അതെ, ആധ്യാത്മിക മേഖലയിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ആചാര്യനും കൂടിയാണ്. സപ്താഹങ്ങൾ നടത്താൻ പോവാറുണ്ട്. അതുപോലെ തന്നെ ജ്യോതിഷം നേരിട്ട് വരുന്നവർ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള പെരികമന ജ്യോതിഷാലയം ആണ് ദൂരെ നിന്ന് വരുന്നവർക്കുള്ള സൗകര്യം. ഇവിടെ എത്തിച്ചേരുന്നവരും ധാരാളമാണ്. ഇപ്പോൾ കണ്ടതുപോലെ തന്നെ അനവധി ആൾക്കാർ ദിവസവും രാവിലെ വരാറുണ്ട്. ക്ലേശങ്ങളൊക്കെ കൊണ്ട് വരുമ്പോൾ നമ്മളും അവർക്ക് വേണ്ടി രാവിലെ മുതൽ തയ്യാറാവുകയാണ്. ഈ യൂട്യൂബിലായാലും മറ്റ് നവമാധ്യമങ്ങളിലായാലും നമ്മുടെ ഈ ആധ്യാത്മിക തലം, നമ്മുടെ ഹൈന്ദവ ആചാരം, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ വളരെ വിസ്തരിച്ച് അതെ, ആ ചാനലിന്റെ പേര് എങ്ങനെയാണ്? പെരികമന ജ്യോതിഷാലയം മന്ത്രശാല എന്ന് തന്നെയാണ് ചാനലിന്റെ പേര്. സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. എല്ലാ ദിവസവും മിക്കവാറും ദിവസവും സമയം പോലെ അപ്ഡേഷൻ കൊടുക്കാറുണ്ട്. സപ്താഹം മേഖലയിലും സജീവമാണ്. ഇന്നലെ പാലക്കാട് വന്നത്. പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് ഭീമനാട് എന്ന ഒരു ചരിത്ര പ്രധാനമായ സ്ഥലമാണ്. അവിടെ ഒരു 10 വർഷം മുന്നേ ഞാൻ നടത്തിയതാണ്. വീണ്ടും ഈ വർഷം അവിടുത്തെ ജനങ്ങളൊക്കെ ക്ഷണിച്ചപ്പോൾ അവിടെ പോയി ഒരു യജ്ഞം നടത്തുകയുണ്ടായി. വളരെ ഗംഭീരമായി അവിടെയൊക്കെ കൂടാൻ സാധിച്ചു. ഈ നമ്മളിപ്പോ ഈ ഇല്ലത്തിലേക്ക് എത്തണമെങ്കിൽ കണ്ണൂർ ജില്ലയിൽ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലാണ് ഈ പെരികമന മാന്ത്രിക ഇല്ലം, മാന്ത്രിക താന്ത്രിക ഈ തറവാടുള്ളത്. ഇതിലേക്ക് എത്താനുള്ള ഒരു വഴി എങ്ങനെയാണ്? പയ്യന്നൂരിൽ നിന്ന് KSRTC ബസ്സാണല്ലോ ചീമേനിക്കുള്ള. അതിൽ പ്രാന്തൻചാൽ ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. മാത്തൽ വഴിയും നമുക്ക് ഇവിടത്തേക്ക് പേരലായിട്ട് എത്താനുള്ള റോഡുണ്ട്. 1 കിലോമീറ്റർ അടുത്താണ്. കാങ്കോലിൽ നിന്നും മാത്തലിൽ നിന്നൊക്കെ വരുന്നവർക്ക് 1 കിലോമീറ്റർ എത്താം. പയ്യന്നൂരിൽ നിന്ന് 7 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഇല്ലത്ത് ഇരിക്കുന്നത്. ഈ കളിയാട്ടത്തിന്റെ ഒരു തയ്യാറെടുപ്പ് എത്തി? കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് ഇതാ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അവസാന ഘട്ടത്തിലേക്കാണ്. അതിന് എല്ലാ സമയത്തും ജോലിക്കാർ, അവര് സ്ഥിരം വരുന്ന ആൾക്കാർ, അവർ തന്നെ അത് ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർണ്ണത കിട്ടുക. അതൊക്കെ ഒരു ക്രമത്തിൽ വരേണ്ടതാണ്, മറ്റ് ജോലികളല്ലല്ലോ. എല്ലായിടത്തും വരാറുണ്ട്. അതെ അതെ, നാളെ മുതൽ തന്നെ ഇപ്പോ ബാംഗ്ലൂര്, പിന്നെ ബോംബെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നൊക്കെ പല സംസ്ഥാനങ്ങളിലും നമ്മൾ പോകുന്നുണ്ടല്ലോ. അവിടെ പോകുന്നത് വഴി പല ആൾക്കാരും ഇവിടെ എത്തണമെന്നും ഈ അമ്മയെ ഒന്ന് തൊഴണം എന്നുള്ള അതിയായ ആഗ്രഹം പറയുമ്പോൾ ഇന്നലെ തന്നെ നെലേറ ഭഗവതിയാണ്, ഭദ്രകാളി ഭാവത്തിലുള്ള ഭഗവതിയാണ്. ലക്ഷ്മി, ഭദ്രകാളി, സരസ്വതി എന്നുള്ള 3 ഭാവത്തിൽ കൂടിയിരിക്കുന്ന ആദിപരാശക്തിയാണ് നെലേറ ഭഗവതിയായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ അതിന്റെ ഈ ഉത്സവത്തില്, ഈ 2 ദിവസം നടക്കുന്ന ഈ ഉത്സവത്തില് തെയ്യങ്ങൾ, തോറ്റം, അതിനെ കുറിച്ചിട്ട് അതെ, ഈ 7 തെയ്യങ്ങളാണ് കെട്ടിയാടുക. അതിൽ അതിവിശേഷപ്പെട്ട 2 മൂർത്തികളാണ് ഈ കാണുന്നത്. അതിലും വിശേഷിച്ച് ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ നാഗപൂജ, നാഗദോഷ പരിഹാരം, അത് അതിവിശേഷപ്പെട്ടതാണ്. എത്രയോ പേരുടെ നാഗദോഷം മാറി സൽസന്താന ഭാഗ്യം ഉണ്ടാവുക, ഉള്ള സന്താനങ്ങൾ നല്ലതായി തീരുക, വിവാഹ തടസ്സം മാറുക, അങ്ങനെ അനവധി ആൾക്കാർ ഇവിടെ ഒരു അത്ഭുത വിശേഷമാണ്. നാഗദോഷം മാറി ജീവിതത്തിൽ ഒരു ആനന്ദം ഉണ്ടാവുക. ശരി, നോക്കി കാണാം. നന്ദി.